അലക്കാതെ ഇതെല്ലാം കൂടെ ലോണ്ടറി ബോക്സിൽ കൊണ്ടിട്ടേക്കുന്ന രാവിലെ അങ്ങ് പോവുകയും ചെയ്യും. ഇത്രയും തുണി കിടക്കുന്നുണ്ടോ ഉമ്മ കിടന്ന് വഴക്കം പറയും. ഇപ്പം ഞാൻ അലക്കുക തന്നെ, അല്ലെങ്കിൽ വഴക്ക് എനിക്കും കൂടെ ഒന്നിച്ച് കേൾക്കണ്ടേ. എപ്പോൾ അലക്കി കഴിയുമോ എന്തോ, ഇനിയും കിടക്കുന്നു കുറേ. ഇക്കാണല്ലോ. ഉമ്മ ഇല്ല, എന്തായാലും ഒന്ന് സംസാരിക്കാം. ഹലോ, അപ്പുറത്തെ വീട്ടിൽ പോയേക്കുന്നുമ്മ. ഇക്ക വെക്കല്ലേ ഇക്ക, എൻ്റെ കൂടെ സംസാരിക്കേക്കാക്ക് വയ്യേ. എന്നെ ഒന്നും വിളിക്കത്തുമില്ല. ഉമ്മായ വിളിക്കുമ്പോൾ ഇടയ്ക്കൊന്ന് സംസാരിക്കുക, എന്നോടൊന്ന് സംസാരിക്കേ. കൊള്ളാം, ഉമ്മടുത്ത് മാത്രം തിരക്കിയാൽ മതിയോ? എൻ്റെ കാര്യങ്ങളൊന്നും അന്വേഷിക്കണ്ടേ? എന്നെ ഒന്ന് വിളിക്കാറോ എന്നോട് സംസാരിക്കാറോ ഇല്ല. ഉമ്മ ഇരിക്കുമ്പോൾ മാത്രം 5 മിനിറ്റ് എന്തെങ്കിലും സംസാരിക്കും. എന്തെങ്കിലും സംസാരിക്കാൻ പറ്റുമോ എനിക്ക്? ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ജോലിക്ക് പോയാൽ മതി. എൻ്റെ കൂടെ ഇച്ചിരി നേരം സംസാരിക്കും. ഇപ്പോഴാണെങ്കിൽ ഉമ്മായും ഇല്ല, ആരും ഇല്ല. അവരെ കാര്യമൊന്നും പറയണ്ട. അവര് ഉമ്മ എഴുന്നേക്കുന്നതിന് മുമ്പ് സ്ഥലം വിടും. പിന്നെ ഉമ്മ ഉറങ്ങിക്കഴിഞ്ഞേ വരത്തോളൂ. അതിക്കായ കണക്കല്ല അഫ്സല്. ഉമ്മയടുത്ത് അനുവാദം ചോദിക്കാറോ ഒന്നുമില്ല. രാവിലെ രണ്ടുപേരും കൂടെ ഉമ്മ ഒന്ന് നിസ്കരിച്ചിട്ട് കിടക്കുമല്ലോ, ആ സമയത്ത് രണ്ടുപേരും കൂടെ സ്ഥലം വിടും. ഉമ്മായിക്ക് കാണാൻ കിട്ടണ്ടേ, ഉമ്മായിക്ക് ചോദിക്കാനുള്ളൊരു അവസരം കൊടുക്കണ്ടേ. രണ്ടുപേരും അറിഞ്ഞു വെച്ച കണക്കാണ് പോകുന്നത്. ചിലപ്പോൾ എന്നോട് പറഞ്ഞാലായി, ചിലപ്പം അവർ ലോക്ക് പോലും ചെയ്യാറില്ല, അവരങ്ങ് ഇറങ്ങിപ്പോവും ഞാൻ അടുക്കളയിലൊക്കെ നിൽക്കുമ്പോൾ. പിന്നെ രാത്രി എപ്പോഴെങ്കിലും വരും. പിന്നെ ഈ വീട്ടിൽ നിന്നൊന്നും ഫുഡ് കഴിക്കത്തില്ല, ചായ പോലും ഇവിടെ കഴിക്കത്തില്ല എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച്. പിന്നെ എനിക്ക് തോന്നുന്നു അവർ ഇൻഡക്ഷനോ എന്തൊക്കെയോ വെച്ച് മോളി പാചകമൊക്കെ ചെയ്യുന്നെന്ന് തോന്നുന്നു. ചായയൊക്കെ മോളി ഇരുന്ന് കുടിക്കുന്നതാണ്. അതെ ഇക്ക, അവക്ക് എന്നോട് എന്താ വിരോധമൊന്നും എനിക്ക് അറിയത്തില്ലക്ക. പക്ഷെ അവൾ ഈ കല്യാണം കഴിഞ്ഞ് ഇവിടെ വന്നതിന് ശേഷം എന്താണ് എന്നോട് ഇങ്ങനെ കാണിക്കുന്നതെന്ന് പോലും എനിക്ക് അറിയത്തില്ല. വരുന്നില്ല കേട്ടോ, അവിടെ നിന്ന് സംസാരിക്കുക. എനിക്കും കുറെ ജോലികളുണ്ട്. ശരി അക്ക, വിളിക്കണേ, എന്നോട് സംസാരിക്കണേ. ശരി. അനിയൻ്റെ തുണി വരെ ഞാൻ കഴുകി കൊടുക്കേണ്ട അവസ്ഥയാണ്. ഇന്നാണെങ്കിൽ നല്ല വെയിലും ഉണ്ട്. ഉമ്മ കാണുന്നതിനിപ്പം കഴുകാം, അല്ലെങ്കിൽ വഴക്ക് രണ്ടുപേർക്കും കൂടെ ഒന്നിച്ചാണ് കേൾക്കുന്നത്. ഷെമി, അവരിതുവരെ വന്നില്ല അല്ലേ? ഇല്ലമ്മ, 2 ദിവസമായി. എന്നെ കാണാതെ രാവിലെ അങ്ങ് ഇറങ്ങി പോവുകയും ചെയ്യും, പാതിരാത്രി രണ്ടും കൂടെ വന്ന് കയറുകയും ചെയ്യും. എൻ്റെ മോനും ഇങ്ങനായി പോയല്ലേ. ഇന്നെന്തായാലും അവർ വന്ന് കണ്ടിട്ടേ ഞാൻ ഇന്ന് കിടക്കുന്നോളൂ. അങ്ങനെ അങ്ങ് വിട്ടാൽ പറ്റത്തില്ല. ഉറങ്ങിക്കഴിഞ്ഞിട്ട് വരാനായിട്ടിരിക്കുന്ന മോനും മരുമോളും കൊള്ളാം. അതെങ്ങനെയാ ഒരുത്തി പറഞ്ഞു പഠിപ്പിച്ച് വെച്ചേക്കോ ഇവിടെ ഇങ്ങനെയൊക്കെ ആണെന്ന്. രണ്ടിനും ഒരു വീട്ടിൽ നിന്ന് എടുത്തോടുകൂടി എൻ്റെ കാര്യം. വന്നു ഇന്നൊന്നും ഉറങ്ങിയില്ല. കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യും. ഉമ്മ. ഉമ്മായ മോനിക്ക് അറിയാവാ? അല്ലടാ, എത്ര ദിവസമായി? നീ വന്നിട്ട് നിന്നെ ഞാൻ കണ്ണ് ഇറക്കിയെങ്കിലും കണ്ടാ? പെണ്ണ് കെട്ടിയതിന്റെ വറക്ക അവളെ മണപ്പിച്ചോണ്ടങ്ങ് പോവുക. ഇപ്പൊ ഉമ്മ ഞങ്ങളെ കണ്ടില്ലേ? ഈ ഉമ്മ ഈ വീട്ടിലുണ്ടോ നിനക്കറിയാവടാ? നീ പോന്ന ഒരു വാക്കെന്റെ ചോദിക്കാറുണ്ടാ? ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ആവശ്യങ്ങളുണ്ട്. എല്ലാ കാര്യങ്ങളും ഉമ്മ അടുത്ത് പറഞ്ഞിട്ട് പോകാനൊന്നും പറ്റത്തില്ല. സംസാരിക്കാറുണ്ടാ? ഉമ്മയെ കണ്ടില്ല, പറഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ഞാൻ കാത്തിരുന്ന ഇവിടെ ഉറങ്ങാതെ. ഇതെന്താ കയ്യിലൊക്കെ ഇത് ഇരിക്കുന്നേ?
ഇതാ ഇത് പാത്രങ്ങൾ കുറച്ച് സാധനം ഞങ്ങൾ വാങ്ങിയത്. ആ പാത്രങ്ങളാ? ആ ഞാൻ അന്നേരം. അല്ല, അത് ഇവിടത്തേക്കല്ല, ഞങ്ങളുടെ കുറച്ച് ആവശ്യങ്ങൾക്ക്. ഏ ആ ഓ അവക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു. എന്തങ്ങ് ഓടിക്കേറി. എന്ത് മോളിൽ പോന്നത്? എന്ത് താഴെ കിടന്ന അവക്ക് ഉറക്കം വരത്തില്ലേ? മോളിലത്തെ റൂമിൽ പോയാലേ അവക്ക് ഉറക്കം വരുത്തോളൂ. അല്ല ഇതൊന്നും ഞാൻ അറിയണ്ടല്ലേ, എല്ലാം നിന്റെ തീരുമാനം. ഉമ്മ, ഞാൻ പുറത്തോട്ട് പോകുമ്പോൾ എപ്പോഴും നിങ്ങളെ ഒപ്പം മേടിച്ചിട്ട് ഞാൻ പോണോ? എനിക്ക് പുറത്തോട്ട് വേണ്ട. നിങ്ങൾ ഇക്കായിട്ടേക്ക് നടക്കൊന്നും എനിക്ക് അങ്ങനെയൊന്നും നടക്കാൻ പറ്റത്തില്ല. നിങ്ങൾ പറയുന്നതാണ് കേട്ട് നിങ്ങൾ പറയുന്നതാണൊക്കെ അങ്ങോട്ട് പോകാം ഇങ്ങോട്ട് പോകാം, അതൊന്നും എനിക്ക് നടക്കത്തില്ല. എനിക്ക് എൻ്റെതായ ആവശ്യങ്ങളും കാര്യങ്ങളുണ്ട്. ഞാൻ കല്യാണം കഴിഞ്ഞ് എൻ്റെ കാര്യങ്ങൾ നോക്കി ഞാനങ്ങ് പോവും. നിങ്ങൾ അതിൽ കയറി നിൽക്കരുത്. എവിടെ പോകുന്നു, എങ്ങനെ പോകുന്നു, എന്തിനു പോകുന്നു പറഞ്ഞിട്ട് എന്തിനാ നിങ്ങൾ അങ്ങനെയൊക്കെ പറയുന്നത്? ഓ നിന്റെ അല്ലല്ലേ. എന്നിട്ട് എവിടെ പോയി നോക്കുന്നത്? പറഞ്ഞ ഇഷ്ടപ്പെട്ടില്ലേ നിനക്ക്? പിന്നെ ഉമ്മ പാത്രം മേടിച്ചത്, അത് റൂബിയും ആ ചേട്ടത്തിയായിട്ട് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. അതിലൊന്നും ഞാൻ കയറി ഇടപെട്ട് കഴിഞ്ഞാൽ ശരിയാവത്തില്ല. അവക്ക് എന്താ അവിടെ വേവിക്കണോ പിന്നെ എന്തൊക്കെ പറഞ്ഞ് ഞാൻ മേടിച്ചതാണ്. അതിൽ ഉമ്മ കയറി ഇടപെടണ്ട. രണ്ടടുക്കളയാ? അത് കൊള്ളാല്ലേ. വന്ന് കയറിന്റെ പുറക്ക് രണ്ടടുക്കളയാ? നീ എന്നാടാ ഇതൊക്കെ തീരുമാനിക്കുന്നേ? ഉമ്മ, പെണ്ണുങ്ങളെ ഇഷ്ടത്തിനങ്ങ് വിട്ടേരാ. അവരെ വിരോധമൊന്നും മേടിച്ചുകൊണ്ട് അവരെ ഇഷ്ടത്തിന് അവർ ഇരിക്കട്ടെ. നിങ്ങൾ അതിൽ ഇടപെടണ്ട ഉമ്മ. കണ്ടല്ലേ, വീട് മുടിക്കാൻ ഒന്ന് മതി, ഒന്നല്ല. നിന്റെ അനിയത്തെ പറ്റി നിനക്കല്ലേ അറിയാവുന്നത്? എന്റെ വീട്, എന്റെ കുടുംബം നശിപ്പിച്ച്, എന്റെ കുടുംബം രണ്ടാക്കി വന്ന് കേറിയവളുമാര്. അങ്ങനങ്ങ് ഞാൻ വിടത്തില്ല. ഈ വീട്ടിൽ രണ്ടുപേർക്കൊന്നും വേണ്ട, രണ്ടടുക്കളയും വേണ്ട. ഈ വീട്ടില് മര്യാദക്ക് ഞാൻ പറഞ്ഞേക്കാം, ഇവിടെ രണ്ടടുക്കളയും മൂന്നടുക്കളയൊന്നും പറ്റത്തില്ല. എല്ലാം കൂടെ വാരി ഞാൻ അറിയും. മര്യാദക്ക് താഴെ വന്ന് വേവിക്കുകയോ ജീവിക്കുകയോ ചെയ്തോണം. രണ്ടും കൂടെ ഒരു വീട്ടിലെ രണ്ട് വീട്ടിലെ പെണ്ണുങ്ങളല്ലല്ലേ ഇത്, ഒറ്റ വീട്ടിലെ പെണ്ണുങ്ങളാ. എന്ത് നിന്റെ പെണ്ണുപിള്ളക്ക് എന്താ താഴോട്ട് ഇറങ്ങി വരാൻ പറ്റത്തില്ലേ? അവളെന്ത് മോളി കൊമ്പത്തെ ഇരിക്കത്തോളാ? ആ ഇവിടെ വന്ന് വേവിച്ച് വെച്ച് തിന്നോണം. അല്ല ഇതെല്ലാം കൂടെ ഞാൻ വാരി എറിയും, പറഞ്ഞേക്കാം. ഒന്നുണ്ടായിരുന്നപ്പോ കുഴപ്പമില്ല, രണ്ടെണ്ണം ആയപ്പോ ഉമ്മ ഭയങ്കര കലിപ്പിലാണ്. കലിപ്പൊക്കെ ഞാൻ മാറ്റിയെടുക്കാം, അതിന് ഐഡിയ ഉണ്ട് എൻ്റെ കയ്യിൽ. എൻ്റെ ഒന്നും നഷ്ടപ്പെടുന്ന എനിക്കിഷ്ടമല്ല, പക്ഷെ ഇപ്പം അവരെ നമുക്ക് വേണം. ഉമ്മ എൻ്റെ അടുത്ത് ഒരുപാട് ചൂടായവിടെ എന്നെ വഴക്കുറഞ്ഞു. ഞാൻ കയ്യിലെടുത്തോളാം. ഇക്ക പോയി നമുക്ക് രാത്രിത്തേക്ക് ഡിന്നറിനുള്ളതെല്ലാം ഒന്ന് റെഡിയാക്കാം. ഞാൻ വരുന്നു. നിന്നെ ഉമ്മ അടുത്ത് പോയി ഉടക്കാനൊന്നും നിൽക്കരുത്. ഇല്ല, ഈ കൈ വെക്കും ഞാൻ. നോക്കിക്കോ.
ഉമ്മ ഇങ്ങോട്ട് നോക്കുമ്മ. ദാ ഇതങ്ങോട്ട് വാങ്ങിച്ചേ. എന്തോന്നിത്? ഉമ്മായിക്ക് വാങ്ങിയതാ. സാരിയാ? കൊള്ളാവോ? എനിക്ക് ഉമ്മ അങ്ങനെ സാരി ഉടുക്കത്തില്ലല്ലേ മോളെ. അതിനെന്താ, ഉമ്മായിക്ക് ഇനി സാരിയൊക്കെ ഉടുക്കാം. കൊള്ളാല്ലേ? എത്ര രൂപയായിടി? 3500 ഉമ്മ. 3500? ആ, നല്ല കളറല്ലേ? ആ കൊള്ളാം. വേറെ എന്തോ ഉണ്ടല്ലേ? ആ നൈറ്റിയാ മോളെ. ആ കൊള്ളാം. എവിടെന്നാ നിങ്ങൾ വാങ്ങിച്ചത്? ഞങ്ങള് തിരുവനന്തപുരത്ത് വരെ പോയി ഉമ്മ. തിരുവനന്തപുരത്തുനിന്നാ? ആ എനിക്കിഷ്ടപ്പെട്ട്. ഓ, ഉമ്മായിക്കൊരു മക്കള് വാങ്ങിച്ചു തരുമ്പോ പിന്നെ ഭയങ്കര സന്തോഷമല്ലേ. എന്തായാലും ഇളയ മരുമോള് വേണ്ടി വന്ന് ഒരെണ്ണം വാങ്ങിത്തരാൻ. നിങ്ങൾ അതാണാ താമസിച്ചത്? നിനക്ക് പോകുമ്പോ ഒന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് പോയിക്കൂടെ? അത് ഉമ്മായി കണ്ടില്ല, അതുകൊണ്ടാ കേട്ടോ പറയാതിരുന്നെ. പറയാഞ്ഞല്ല, ഇത് താത്ത അടുത്ത് പറഞ്ഞിട്ടല്ലേ പോയത്. അപ്പൊ പറഞ്ഞു ഉമ്മ ഉറങ്ങുന്നു എന്നൊക്കെ പറഞ്ഞു, അതുകൊണ്ടല്ലേ. പിന്നെ നിങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ കയറി ഇവിടെ വേവിച്ചാലെന്താ? നമ്മൾ എത്ര പേരുണ്ട് ഇവിടെ? നമ്മളിവിടെ 4 പേരല്ലേ ഉള്ളൂ. അവനും പോയി കഴിഞ്ഞാൽ 3 പേര്, പിന്നെ കൊച്ചുങ്ങളും, ഇത്ര അല്ലേ ഉള്ളൂ. അപ്പൊ അതിന് 2 അടുക്കളയാക്കിയ നാട്ടുകാരറിഞ്ഞ നാണക്കേടല്ലേ. അതുകൊണ്ട് അതൊന്നും വേണ്ട. അത് വേറൊന്നും അല്ലമ്മ, പിന്നെ ചെറുതായിട്ട് ചായയൊക്കെ, എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ചായയൊക്കെ കുടിക്കണമ്മ. ഭയങ്കര തലവേദനയാണ്. അങ്ങനെ ഒരു ഇൻഡക്ഷനും അതിന് വേണ്ടുന്ന ഒരു ചെറിയ പാത്രവും വാങ്ങിയതേ ഉള്ളൂ. 2 അടുക്കള എന്നൊക്കെ പറയുമ്പോൾ നാട്ടുകാരൊക്കെ അറിഞ്ഞാൽ അതൊരു നല്ല സ്വഭാവമല്ല. ചായ വെള്ളം വല്ലതും ഇടാനാണെങ്കിൽ കുഴപ്പമില്ല, അല്ലാതെ വേവിപ്പൊന്നും അവിടെ വേണ്ട. ഇവിടെ വന്ന് എന്താന്ന് വെച്ചാൽ കണ്ടും കേട്ടും ചെയ്യണം. പിന്നെ ഞാൻ ഇവിടെ അടുക്കളയിലൊന്നും അങ്ങനെ കയറത്തില്ല. ഷെമി എന്നെ എല്ലാം ചെയ്യുന്നത്. അവളെ കൂടെ കയറി വന്ന് ഇന്ന് ചെയ്താൽ മതി. നിങ്ങൾ അന്യ വീട്ടിലൊന്നും അല്ലല്ലേ, ഒരു വീട്ടിലേ അല്ലേ. ആ ആ അതൊക്കെ ഞാൻ ഇവിടെ വന്ന് ഉപയോഗിക്കാം. ആ അതിനെന്താ, എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ചായ കുടിക്കണം. അപ്പം അത് ആരെയും ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ചാ. പിന്നെ ഇക്കായ്ക്കും ചായ കുടി ഇത്തിരി കൂടുതലല്ലേ. അതുമല്ല, നിങ്ങൾ അമ്മി ചേട്ടത്തി അനിയത്തി, നിങ്ങൾ അമ്മി വല്ല പ്രശ്നമുണ്ടാ? അതാദ്യം ഞാൻ ചോദിക്കട്ടെ. എന്തമ്മാ, അങ്ങനൊന്നും ഒന്നുമില്ല. 2 മരുമക്കളാകുമ്പോൾ വന്നാൽ 2 വീട്ടിലാണെങ്കിൽ അടി ഇടുമെന്ന് പേടിയുണ്ടായിരുന്നു. ഇതിപ്പോ ചേട്ടത്തി അനിയത്തിയാ, അപ്പൊ അവരതിനെക്കാഴി വലിയ ശത്രുക്കളാ. ഉമ്മ ഇട്ട് നോക്കണേ. ഇതെന്തായാലും ഞാൻ കൊണ്ടുവയ്ക്കാം. വെള്ളം വല്ല അനത്തിയ ചായ വല്ല ഇടിയോ ചെയ്താൽ മതി. ബാക്കി എന്ത് വേണമെങ്കിലും ഇവിടെ വന്ന് ചെയ്തോണം കേട്ടാ. ഇത് കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു. ഇനി ഞാൻ അങ്ങോട്ട് പോട്ടെ, നല്ല തലവേദന. ഒരു ചായ ഇട്ട് കുടിക്കട്ടെ, പോട്ടെ. എന്തായാലും 10,000 രൂപ ആയി.